യെശയ്യ അധ്യായം 14. കർത്താവിന് യാക്കോബിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും. വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിൻ്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിൻ്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും: മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി, അവൻ്റെ ഔദ്ധത്യം എങ്ങനെ നിലച്ചു. കർത്താവ് ദുഷ്ടന്റെ ദണ്ണ് തകർത്തിരിക്കുന്നു. കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദനഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. അവർ ഗാനമാലപിച്ച് ഉല്ലസിക്കുന്നു. സരളമരങ്ങളും ലബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു: നീ വീണുപോയതുകൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട്: നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീ ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു: ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും: ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ? ജനതകളുടെ രാജാക്കന്മാർ താന്താങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്രകൊള്ളുന്നു. നീയാകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു. വാളിനിരയായി പാതാളഗർത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്ദ്യമായ അകാല മുള എന്ന പോലെ, ചവിട്ടി അരയ്ക്കപ്പെട്ട മൃതശരീരമെന്ന പോലെ നീ കിടക്കുന്നു. സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ. പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളുമാക്കും. നാശത്തിൻ്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു: ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിശ്ചയിച്ചത് നിറവേറും. എൻ്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും. എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടിമതിക്കും. അവൻ്റെ നുകം അവരിൽ നിന്ന് നീങ്ങിപ്പോകും. അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരവും. ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണ് ഇത്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ
സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത്. ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു, ആർക്കതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും? ആഹാസ് രാജാവ് മരിച്ച വർഷം ഉണ്ടായ അരുളപ്പാട്: ഫിലിസ്ത്യരെ, നിങ്ങളെ പ്രഹരിച്ച് വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരണലി പുറത്തു വരും. അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. ദരിദ്രരുടെ ആദ്യജാതർക്ക് ഭക്ഷണം ലഭിക്കും. പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും. നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും. കവാടമേ വിലപിക്കുക, നഗരമേ കരയുക. ഫിലിസ്ത്യരെ, നിങ്ങളെല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ. വടക്ക് നിന്ന് ഒരു ധൂമപടലം ഉയരുന്നു. സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല. ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും. Chapter 14. When the Lord has pity on Jacob and again chooses Israel and settles them on their own soil, the aliens will join them and be counted with the house of Jacob. The house of Israel will take them and bring them along to its place and possess them as male and female slaves on the Lord's soil, making captives of its captors and ruling over its oppressors. On the day the Lord relieves you of sorrow and unrest and the hard service in which you have been enslaved, you will take up this taunt song against the king of Babylon. How the oppressor has reached his end, how the turmoil is stilled. The Lord has broken the rod of the wicked, the staff of the tyrants that struck the peoples in wrath, relentless blows, that beat down the nations in anger with oppression unchecked. The whole earth rests peacefully, song breaks forth. The very cypresses rejoice over you, and the cedars of Lebanon. Now that you are laid to rest, there will be none to cut us down. The netherworld below is all astir, preparing for your coming. It awakens the shades to greet you, all the leaders of the earth. It has the kings of all nations rise from their thrones. All of them speak out and say to you, you too have become weak like us. You are the same as we. Down to the netherworld your pomp is brought, the music of your harps. The couch beneath you is the maggot, your covering the worm. How have you fallen from the heavens, O morning star, son of the dawn? How are you cut down to the ground, you who mowed down the nations? You said in your heart, I will scale the heavens. Above the stars of God I will set up my throne. I will take my seat on the mount of assembly in the recesses of the north. I will ascend above the tops of the clouds. I will be like the Most High. Yet down to the nether world you go, to the recesses of the pit. When they see you, they will stare, pondering over you. Is this the man who made the earth tremble and kingdoms quake? Who made the world a desert, raised its cities, and gave his captives no release? All the kings of the nations lie in glory, each in his own tomb. But you are cast forth without burial, loathsome and corrupt, clothed as though slain at sword point, a trampled corpse. Going down to the pavement of the pit, you will never be one with them in the grave. For you have ruined your land, you have slain your people. Let him not be named forever, that scion of an evil race. Make ready to slaughter his sons for the guilt of their fathers, lest they rise and possess the earth and fill the breadth of the world with tyrants. I will rise up against them, says the Lord of hosts, and cut off from Babylon name and remnant, progeny and offspring, says the Lord. I will make it a haunt of hoot owls and a marshland. I will sweep it with the broom of destruction, says the Lord of hosts. The Lord of hosts has sworn, as I have resolved, so shall it be, as I have proposed, so shall it stand. I will break the Assyrian in my land and trample him on my mountains. He shall pass through it hard-pressed and hungry, and in his hunger he shall become enraged and curse his king and his gods.
He shall look upward, but there shall be strict darkness without any dawn. He shall gaze at the earth, but there shall be distress and darkness, with the light blacked out by its clouds. Then his yoke shall be removed from them, and his burden from their shoulder. This is the plan proposed for the whole earth, and this the hand outstretched over all nations. The Lord of hosts has planned. Who can thwart him? His hand is stretched out. Who can turn it back? In the year that King Ahaz died, there came this oracle. Rejoice not, O Philistia, not a man of you, that the rod which smote you is broken, for out of the serpent's root shall come an adder. Its fruit shall be a flying seraph. In my pastures the poor shall eat, and the needy lie down in safety. But I will kill your root with famine, that shall slay even your remnant. Howl, O gate, cry out, O city, Philistia, all of you melts away, for there comes a smoke from the north, without a straggler in the ranks. What will one answer the messengers of the nation? The Lord has established Zion, and in her the afflicted of his people find refuge.